ഡിസംബർ 25 ക്രിസ്തുമസ് ദിനം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശം വിളിച്ചോതിയ ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന സുദിനമാണ്. നമുക്കറിയാം, ക്രൈസ്തവർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ക്രിസ്തുമസ് ദിനം. അപ്പം ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ മീഡിയാനെറ്റ് എത്തിയിരിക്കുന്നത് മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരൊക്കെ നമുക്ക് ഒരുപാട് കലാവിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ സിസ്റ്റർ ബിജി ജോസ് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം തന്നെ ക്രിസ്തുമസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പം നമുക്കറിയാം, ഇപ്പം ക്രിസ്തുമസിൻ്റെ ഒരു ആഘോഷ രാവിലാണ്. എല്ലാവരും നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു, ഫുള്ള് അലങ്കാരങ്ങളാണ്. വളരെ വർണ്ണാഭമായിട്ടുള്ള അലങ്കാരങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അധ്യാപകരും കുട്ടികളുമൊക്കെ ഒരുപാട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്രിസ്തുമസിൻ്റെ മുന്നൊരുക്കങ്ങൾ? ക്രിസ്മസിനൊരുക്കമായിട്ട് കുട്ടികൾ ആദ്യം പ്രാർത്ഥിച്ചൊരുങ്ങി. ഈ ഒരു മാസം അതിന് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, കുട്ടികൾ നൊയമ്പ് നോക്കിയ കുട്ടികളുണ്ട്. ഇറച്ചി മീനൊന്നും കൂട്ടാതെ വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി നൊയമ്പ് നോക്കിയാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയത്. അതോടൊപ്പം ഇവർ ക്രിസ്മസ് ഗാനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ മ്യൂസിക് ടീച്ചറിൻ്റെയും സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പാട്ടുകൾ പഠിച്ചു. അത് വളരെ മനോഹരമായിട്ട് പാടാൻ ഒരുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ കായികാധ്യാപകൻ ടോണി സാറുണ്ട്, സോഷ്യൽ വർക്കർ അബിൻ സാറ്, സിസ്റ്റർ ലിസ്റ്റോ, സിസ്റ്റർ മെറിൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ അലങ്കാരങ്ങളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ചു. കുട്ടികളും അധ്യാപകരും, അതിൻ്റെ പിന്നിൽ എല്ലാ അധ്യാപകരും ചേർന്ന് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ കുറച്ച് പേരെ നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും കാർമൽ ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 1-2 പേരല്ല ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ അധ്യാപകരും കൂടി ഒരുമിച്ച് സഹകരിക്കുന്നു. അതോടൊപ്പം കുട്ടികളും, ഇവിടുത്തെ കുട്ടികൾ ഭിന്നശേഷിയുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനൊരു അവസരം, അതിലുപരി ഇങ്ങനെ പല കാര്യങ്ങളിൽ ഉൾച്ചേർന്ന് ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിയുടെ വളർച്ച മാത്രമല്ല, മാനസികമായിട്ടുള്ളൊരു സന്തോഷവും സംതൃപ്തിയും അവരുടെ ജീവിതത്തിലും അവരുടെ മുഖത്തും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ക്രിസ്മസ് ആഘോഷം ഈ വർഷം വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി അധ്യാപകരും കുട്ടികളും ഈ 2 ദിവസം മുഴുവനും ഇതിനു വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. എത്ര കുട്ടികളാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്? ഇവിടെ 185 കുട്ടികളാണുള്ളത്. അതിൽ 112 കുട്ടികൾ ഇവിടെ താമസിച്ച് പരിശീലനം നേടുന്നവരാണ്. താമസിച്ച് പരിശീലനം നേടുന്നതിലുപരി അവരുടെ ഒരു കുടുംബ അന്തരീക്ഷമാണിത്. കാർമൽ ജ്യോതിയുടെ വീട് അവരുടെ വീടാണിത്. ഒരു സ്കൂൾ എന്നതിലുപരി സ്വന്തം വീട്ടിൽ എങ്ങനെ കഴിയുന്നോ അതുപോലുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണ്ടേ? ഇവിടെ ഞങ്ങളുടെ ഒരു കുട്ടി വിവേകാണെങ്കിൽ 2 മാസം മുൻപ് പറയുന്നതാണ്, ഞാനാണ് ക്രിസ്മസ് അപ്പൂപ്പനാകുന്നതെന്ന്. അപ്പോൾ ഇന്ന് അവൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ആ ഒരുക്കം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എത്രത്തോളം അധ്യാപകരാണുള്ളത്? അവരിവിടെ സ്റ്റേ ചെയ്ത് തന്നെ ഇവരെ പരിശീലിപ്പിക്കുന്നവരാണോ? ഇവിടെ 42 അധ്യാപകരുണ്ട്. അനധ്യാപകർ എല്ലാവരും കൂടി. അതിലൊരു പകുതി അധ്യാപകരും ഇവിടെ താമസിക്കുന്നവരാണ്. കുട്ടികൾ ഇത്രയും പേര് താമസിക്കുമ്പം അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. സ്കൂളിൽ പഠിപ്പിക്കുക മാത്രമല്ല, ഈ പഠിപ്പിക്കുന്ന മറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പകല് സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നു, അവർ വൈകുന്നേരം വന്ന് അവർ ഫ്രീ ആണ്. പക്ഷേ ഈ കാർമൽ ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുട്ടികൾ ഇവിടെ താമസിക്കുമ്പോൾ ഈ പകല് ഇവർക്ക് പരിശീലനം കൊടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് രാത്രിയും ഇവർ നോക്കുന്നത്. അത്രയും 24 മണിക്കൂറും തങ്ങളുടെ ആരോഗ്യവും കഴിവും സമയം മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന അധ്യാപകരാണ്. ഇവരെ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല. അത്രയ്ക്കും കഠിന അധ്വാനം ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് കാർമൽ ജ്യോതി ഇത്രയും നല്ല രീതിയിൽ ഈ വർഷമാണെങ്കിൽ എല്ലാ തരത്തിലും കായികപരമായിട്ടും കലാപരമായിട്ടുമുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തും എല്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കാർമൽ ജ്യോതിയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ അധ്യാപകരുടെ കഠിനാധ്വാനത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. നമുക്കറിയാം, ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ അവർക്കും എല്ലാ കഴിവുകളുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും കൂട്ടുനിന്ന് അവരെ പരിശീലിപ്പിച്ച് മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാ വർഷവും ഇതുപോലെ തന്നെ ക്രിസ്തുമസ് ആഘോഷം ഇവിടെ സംഘടിപ്പിക്കാറുണ്ടോ? എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട്, വ്യത്യസ്തമായ രീതിയിലാണ്. ഈ വർഷം ഞങ്ങൾ വളരെ വിപുലമായിട്ട് ഇവിടെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് തന്നെ ഒരു നല്ല സ്റ്റേജ് ആക്കി എടുത്തു.
അപ്പൊ അതിനുവേണ്ടി ഞാനൊരു 2 ദിവസം മുമ്പാണ് പറഞ്ഞത് ഇവരോട്, എങ്ങനെയെങ്കിലും നമുക്ക് ഇത് ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ആഘോഷിക്കാമെന്ന് സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, നമുക്ക് വളരെ വിപുലമായ രീതിയിൽ ഈ നടുമുറ്റത്ത് ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ അലങ്കാരങ്ങളും ഒക്കെ ആയി നന്നായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നേതൃത്വം കൊടുത്തു. അപ്പോൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം. ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് കുട്ടികളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് ക്രിസ്മസ് പാട്ടുകൾ, പുതിയ പാട്ടുകൾ 3 പാട്ടുകൾ അവർ പഠിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇവിടുത്തെ മ്യൂസിക് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ സാറുകൊണ്ട് അധ്യാപകർ ഒരുമിച്ച് കൂടി നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ട്. അവർ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും അപ്പൂപ്പനാകാൻ ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് അതിന് കുറേ പേർക്കൊരു ട്രെയിനിങ് കൊടുത്തു ഇന്ന് രാവിലെ. എല്ലാവർക്കും ഇങ്ങനെ ഒരു ആഘോഷവേളകളിലായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഭയങ്കര ഒരു ഉത്സാഹമായിരിക്കുമല്ലോ. ഭയങ്കര ഉത്സാഹം. എന്നെ അപ്പൂപ്പനാക്കുമെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. പക്ഷേ എല്ലാവരും ക്രിസ്മസ് വേഷം ധരിച്ചപ്പോൾ തന്നെ അവർ എല്ലാവരും അപ്പൂപ്പന്മാരായി. കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കാർമൽ ക്രിസ്തുമസിന്റെ ആഘോഷരാവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം കുട്ടികളും അധ്യാപകരും ഒക്കെ ഇവിടെ വളരെയധികം കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം മീഡിയ നെറ്റിന്റെ പ്രേക്ഷകർക്ക് ഇത്തവണ ക്രിസ്തുമസ് ദിനത്തിൽ കാർമൽ ക്രിസ്തുമസ് അണിയിച്ചൊരുക്കുന്ന കലാവിരുന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാജാധിരാജൻ പിറന്നു, നാഥൻ പിറന്നു, പാടി കിണറും നീട്ടി നാളകമാർന്ന ദീപം കാണുവാൻ പോയിരാ എത്തിയെന്ന് തന്നെയാൽ വെച്ചിരാ രാജരാജനീ വാടി മാറ്റിരാ ആയിരം സ്നേഹം നിറച്ചിരാ രാജരാജനീ വാടി മാറ്റിരാ ആയിരം സ്നേഹം നിറച്ചിരാ ആയിരം 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 സ്മൃതികളോടെ നിത്യവും ലോകത്തിൻ രക്ഷകനെ മഹിമയേറും സ്മൃതികളോടെ നിത്യവും
ഏറ്റവും ആദരണീയായ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിജി, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, ക്രിസ്മസ് എന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഓർമ്മിക്കുക, അല്ലേ? ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. നിങ്ങളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വളരെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും വീട്ടുകാരെയൊക്കെ വിളിക്കുകയും കൂട്ടുകാരെയൊക്കെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. പല രാജ്യങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ സാന്താക്ലോസ്, ഇവിടെ നിൽക്കുന്ന ക്രിസ്മസ് പപ്പകളെ കണ്ടില്ലേ? ഈ ക്രിസ്മസ് പപ്പകൾ അവിടെ സാന്താക്ലോസ് എന്നാണ് വിളിക്കപ്പെടുക. അവർ നല്ല കുട്ടികളുടെ ഷൂസിനുള്ളിൽ സമ്മാനങ്ങൾ കരുതി വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ നമ്മളും അതിനെ അനുകരിച്ചാണ് ഈ ക്രിസ്മസ് പപ്പന്മാർ ഇവിടെ നിൽക്കുക. ഒരിക്കൽ മദർ തെരേസ ആഫ്രിക്കയിലെ ഒരു പാവപ്പെട്ട സ്ഥലം സന്ദർശിച്ചപ്പോൾ മദർ തെരേസ അവരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണമെന്ന്. അപ്പം അവർ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നുമില്ല. ഉടനെ മദർ തെരേസ പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ നല്ലൊരു ഹൃദയമുണ്ട്. സ്നേഹിക്കാൻ ഹൃദയമില്ലേ നിങ്ങൾക്ക്? അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കരങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. കൈകളില്ലേ നിങ്ങൾക്ക്? അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു മുഖമുണ്ട്, മറ്റുള്ളവരെ നോക്കി നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും, ഇല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സമ്പന്നരാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കാൻ സാധിക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. ഈ രീതിയിൽ ഉണ്ണിയേശു എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചവനാണ്. ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് കൊടുത്ത ഉണ്ണീശോ, ആ ഉണ്ണീശോനെയാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുക. ഉണ്ണീശോ ജനിച്ചപ്പോൾ ആട്ടിടയന്മാർ അവിടേക്ക് വന്നു, രാജാക്കന്മാർ വന്നു, അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ ജീവനുള്ള ആട് പോലും നമ്മുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ്. സാധാരണ ഈ സമയത്ത് ആടുകളൊക്കെ ഉറങ്ങിത്തുടങ്ങുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു ആഘോഷത്തിലേക്ക് ആടിനെ കൊണ്ടുവന്നാൽ അവിടെ ഭയങ്കര ബഹളമുണ്ടാകും. പക്ഷെ നമ്മുടെ ആട് നമ്മുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുക. അതുപോലെ തന്നെ അച്ഛന്മാർ ഇവിടേക്ക്, കുറച്ച് അച്ഛന്മാർ പരിസരത്തുള്ളവർ വന്നു. അവർ പറയും, ഞങ്ങളെ വിളിച്ചില്ല, പക്ഷേ ഇവിടുത്തെ ആഘോഷത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഉണ്ണീശോ ജനിച്ചപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആളുകളെല്ലാം അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ അവിടേക്ക് ഓടി വന്നു. ഈ സ്പെഷ്യൽ സ്കൂളിനെ ഉണ്ണീശോ ഒത്തിരി സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുള്ളവരായിരിക്കാം. ഇവിടെയുള്ള കുട്ടികളെയും അധ്യാപകരെയും വളരെയധികം പ്രശംസിക്കുകയാണ്. കാരണം നോക്കിക്ക് എന്തെല്ലാം ആഘോഷത്തിൻ്റെതായിട്ടുള്ള കൊടി തോരണങ്ങൾ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം ഇവിടെയാക്കി നമ്മൾ സ്പെഷ്യൽ സ്കൂൾ അല്ലാത്ത ഒരു സ്കൂളിൽ ആഘോഷം എങ്ങനെയാണോ അതിനേക്കാൾ ഉപരിയായിട്ട്, അതിനേക്കാൾ കൂടുതൽ കർമ്മശേഷിയോടെ ഇവിടെയുള്ള എല്ലാവരും ആഘോഷത്തിലായിരിക്കുകയാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ ഇനിയും ഉണ്ണീശോയുടെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരാൻ ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ നമ്മുടെ ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്തായിരിക്കും? കേക്ക്. നമുക്കിന്ന് കേക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബിൻസി ചേച്ചിയാണ്. ബിൻസി ചേച്ചി കേക്ക് മുറിക്കും. നമ്മുടെ പ്രീതി സിസ്റ്ററും ബിൻസിയും കൂടെ കൂടി നമുക്ക് എല്ലാവർക്കും കേക്ക് തരും.
കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ അടുത്ത ഘട്ടം നമ്മൾ നല്ല ക്രിസ്മസ് പാട്ടുകളൊക്കെ പാടി, പിന്നെ ക്രിസ്മസ് കേക്ക് കഴിച്ചു. ഇനി എല്ലാവർക്കും ക്രിസ്മസ് അപ്പൂപ്പനും സിസ്റ്റർമാരൊക്കെ കൂടി നല്ല സമ്മാനം, എല്ലാവർക്കും കൈ നിറച്ച് സമ്മാനം തരുവാൻ പോവാണ്. അപ്പൊ സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമ്മാനം തരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രീതി സിസ്റ്ററും സിജ മരിയ സിസ്റ്ററുമാണ്. ഇപ്പം മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ നിറവിലാണ് ഇവിടെ എല്ലാവരും. നമ്മുടെ കൂടെ സിസ്റ്റർ സിജ മരിയ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ക്രിസ്മസ് ആഘോഷം കാണാനും കേൾക്കാനും കുട്ടികളോടൊപ്പം പ്രോത്സാഹനം നൽകാനൊക്കെ എത്തിച്ചേർന്നതാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന ഒരു അനുഭവം എന്തൊക്കെയാണ്? ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കുക വലിയൊരു ദൈവാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ഉള്ളില് ഒത്തിരി ഹൃദ്യമായ ഒരു അനുഭവത്തിൻ്റെ അവസരങ്ങളാണ്. നമ്മളിപ്പോൾ ഭിന്നശേഷി, സ്പെഷ്യൽ സ്കൂൾ എന്നീ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിഭിന്നങ്ങളായ ശേഷിയുള്ള കുഞ്ഞുങ്ങളാണ് ഇവർ. അപ്പോൾ ഇവരുടെ ആ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അവരുടെ പ്രകടനങ്ങളും അവരുടെ ആഘോഷങ്ങളും അവരുടെ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയൊക്കെ ഒരുപാട് ഹൃദ്യമായി തോന്നാറുണ്ട്. ഈ വർഷത്തെ ക്രിസ്തുമസ് ഏറ്റവും ഒരു വലിയൊരു അനുഭവമായിട്ട് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കുമ്പോൾ. ഇവർ വളരെ സ്പെഷ്യലാണ് നമുക്ക്. അപ്പോൾ ഈ സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സ്പെഷ്യൽ അനുഭവമായിട്ട് തോന്നുന്നു. ഇത് എല്ലാ വർഷവും ഇവിടെ വന്ന് പങ്കുചേരാറുണ്ടോ?
എല്ലാ വർഷവും പങ്കുചേരാറില്ല, ഈ വർഷം വന്ന് പങ്കുചേർന്നു. ഇപ്പോൾ ഇവിടുത്തെ അലങ്കാരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവരും ക്രിസ്തുമസ് ഡ്രസ്സിൽ അധ്യാപകർ നടത്തിയിരിക്കുന്ന ഒരുക്കങ്ങൾ എല്ലാം കണ്ടപ്പോൾ ഒത്തിരി അഭിമാനം തോന്നി. അധ്യാപകരും എല്ലാവരെയും വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കുന്നതിൽ സന്തോഷമുണ്ട്. കാർമൽ ക്രിസ്തുമസിന്റെ ആഘോഷരാവ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി കുട്ടികളുടെ അതിമനോഹരമായൊരു അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ കൊളുത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഓഹോ മിന്നലയാം ചങ്ങലകൾ പൊട്ടികുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ കൊളുത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഓഹോ മിന്നലയാം ചങ്ങലകൾ പൊട്ടികുറുങ്ങട്ടെ. മിന്നി താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം തേടുന്നു വണ്ടിയില്ലാരും. കണ്ണോട് കണ്ണായി കാണാനാവട്ടെ. പുണ്യാഹം പോലിന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂവിങ്കളം. എന്റെ കരളിന്റെ ഇരുൾ മാറ്റിയുണർത്തിയിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂവിങ്കളം. എന്റെ കരളിന്റെ ഇരുൾ മാറ്റിയുണർത്തിയിടാം. ആഹാ ഉന്നതനെ കാത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഓഹോ മിന്നലയാം ചങ്ങലകൾ പൊട്ടികുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ കാത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഓഹോ മിന്നലയാം ചങ്ങലകൾ പൊട്ടികുറുങ്ങട്ടെ. മിന്നും താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. രാജാവിരാജന്റെ വിളിപ്പുറത്ത് കാലം തിരിച്ചു നിൽക്കുന്നു നാം. കൺമുന്നിൽ കർത്താവ് വിരൽ സത്യങ്ങൾ കാണാതെ പോകുന്ന അന്തർയാളുടെ മണ്ണിലൊത്തിരി പുൽക്കൂട്ടിലും നിറഞ്ഞാലും എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വ്യക്തമാ. മണ്ണിലൊത്തിരി പുൽക്കൂട്ടിലും നിറഞ്ഞാലും എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വ്യക്തമാ. ആഹാ ഉന്നതനെ കാത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഓഹോ മിന്നലയാം ചങ്ങലകൾ പൊട്ടികുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ കാത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഓഹോ മിന്നലയാം ചങ്ങലകൾ പൊട്ടികുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നി താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചത് നമ്മൾ കണ്ടു. നന്നായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ കുട്ടികൾ അത് ആലപിച്ചു. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇൻചാർജും കൂടെ ഉള്ള സിസ്റ്റർ പ്രീതി നമ്മളോടൊപ്പം ഉണ്ട്. സിസ്റ്ററെ, ഇപ്പം നമ്മുടെ കുട്ടികളുടെ കുറേ പ്രോഗ്രാമുകളൊക്കെ കണ്ടു കഴിഞ്ഞു. അതിമനോഹരമായിട്ട് അവർ ചെയ്തു. എന്താണ് പറയാനുള്ളത്? ഇപ്പം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരു എയ്ഡ് സ്കൂളിൽ വർഷങ്ങൾ പഠിപ്പിച്ച അനുഭവമുള്ള ആളാണ്.
പക്ഷേ ആ സ്കൂളുകളിലായിരിക്കുന്നതിനേക്കാൾ വളരെയേറെ സന്തോഷം എനിക്ക് കുട്ടികളോടൊപ്പം ആയിരിക്കുമ്പോഴുണ്ട്. ഇവരുടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ പല വർഷങ്ങളായി ഇവരുടെ പല ആഘോഷങ്ങളിലും ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതെ, ഇവരുടെ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രത്തോളം നമുക്ക് അറിയാം, നോർമലി ഉള്ള കുട്ടികളെക്കാളും ഉത്സാഹവും അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ആഘോഷവേളകൾ വളരെ ഒരു ഉത്സാഹവും അല്ലെങ്കിൽ സന്തോഷവാന്മാരായിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. നമുക്ക് സ്പോർട്സ് തലത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു നേടിയിട്ടുള്ള കുട്ടികളാണ് ഇവിടെയുള്ളത്. എന്താണ് പറയാനുള്ളത്? ഈ കുട്ടികൾ ഭവനത്തിലാണെങ്കിൽ ഒരു കുട്ടി മാത്രം വീട്ടിൽ കാണും, ഒറ്റപ്പെട്ട്. അതുപോലെ തന്നെ ഭവനത്തിലുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ കാർമൽ ജ്യോതി എന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടാമത്തെ വീടാണിത്. എപ്പോഴും ഞാനിവിടെ വരുമ്പോൾ പറയാറുണ്ട്, വീട്ടിലേക്ക് അവധിക്ക് എപ്പോഴാണ് പോകുന്നത്? അവർക്ക് അവധിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഉത്സാഹം ഇവിടെ ആയിരിക്കാനാണ്. പോയാൽ അവർ 3 ദിവസം അവധിയാണെങ്കിൽ അവർ 2 ദിവസം ആകുമ്പോൾ തിരിച്ചെത്തും. അത്രമാത്രം ഇവിടുത്തെ സ്നേഹിക്കുകയും ഇവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴാണ് ഡാൻസ് കളിക്കണ്ടേ, എപ്പോഴാണ് സമ്മാനം മേടിക്കണ്ടേ, എപ്പോഴാണ് അടുത്ത കളി വരുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഉത്സാഹത്തോടെ എനർജറ്റിക് ആയിട്ട് ഇവിടെ ആയിരിക്കുന്ന നല്ല കുട്ടികളെയാണ് എപ്പോഴും ഞങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സ്കൂള് ഞങ്ങൾക്കൊരു വലിയ അനുഭവമാണ്, വലിയൊരു സമ്പത്താണ് എന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. കലാപരിപാടികളൊക്കെ കണ്ടല്ലോ, കുട്ടികൾ എങ്ങനെ അത് അവതരിപ്പിച്ചു, എത്രത്തോളം ആസ്വദിക്കാൻ കഴിഞ്ഞു? കുട്ടികളുടെ കലാപരിപാടികൾ ഏറ്റവും നല്ല രീതിയിൽ, നല്ല സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാംസ് ആണ് ഇവിടെ ഓരോ വർഷങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്നത്. കാരണം മറ്റു കുട്ടികളെ, ഭിന്നശേഷിയല്ല നല്ല ശേഷിയുള്ള കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിക്കുന്ന ആ പ്രോഗ്രാമിനോട് ഒട്ടും കുറവല്ലാത്ത രീതിയിൽ തന്നെ ഈ കുട്ടികൾ നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ഓരോ കാര്യങ്ങളിലും പരിശീലിപ്പിക്കുന്ന അധ്യാപകനും അധ്യാപികയും നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ ഇവരിവിടെ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു, ഇവരുടെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇത് പരിശീലിപ്പിച്ചത്, എത്ര ദിവസം കൊണ്ടാണ് പരിശീലിപ്പിച്ചത്, എങ്ങനെയാണ് ഇവർ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പം അധ്യാപിക ഹരിപ്രിയ നമ്മളോടൊപ്പമുണ്ട്. ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആശംസകൾ. എങ്ങനെയാണ് നമ്മുടെ അതിമനോഹരമായ ഗാനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, വളരെയധികം ആസ്വദിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് അത് പരിശീലിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് അത്? സിസ്റ്റർ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സിസ്റ്ററിന് ആദ്യമേ ഞങ്ങൾ താങ്ക്സ് പറയാണ്. കാരണം ഇത്ര ഒരു വേദി ഞങ്ങൾക്ക് എന്താ പറയുക, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് എത്രത്തോളം, ഞാനൊരു 16 കുട്ടികളെ ഞങ്ങൾ മൊത്തം 16 പേരാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. 16 കുട്ടികളെയും കൂടെ ഒരുമിച്ച് സിസ്റ്റർ പറഞ്ഞു, എത്ര കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരു സ്റ്റേജിൽ കയറണം, അവരുടെ കഴിവ് തെളിയിക്കണം, അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 ദിവസം തന്നെ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കിട്ടിയിട്ടില്ല. കാരണം ഇവിടെയുള്ള ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാത്തിലും ഞങ്ങളെല്ലാവരും പങ്കാളികളാണ്. അപ്പോൾ എല്ലായിടത്തേക്കും ഓടേണ്ടത് കൊണ്ട് 2 ദിവസം, 1.5 ദിവസം കൊണ്ടാണ് ഈ കുട്ടികളെ 3 പാട്ട് ഞങ്ങൾ കവർ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് കേട്ട് കുറേ ഈ കുട്ടികൾ പാട്ടുകൾ താല്പര്യമുള്ളതുകൊണ്ടും ഇഷ്ടമുള്ളതുകൊണ്ടും അവർ നേരത്തെ കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് പരിചയമായിട്ടുള്ള പാട്ടും പിന്നെ ഒരെണ്ണം മാത്രമേ ഈ വർഷം ഇറങ്ങിയ പുതിയ പാട്ട് എടുത്തിട്ടുള്ളൂ. അത് പഠിപ്പിച്ചെടുക്കാൻ ഞാനും സൈസാറും കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും ഞങ്ങളങ്ങ് ആസ്വദിച്ച് കുട്ടികളെ അങ്ങ് പഠിപ്പിച്ചു. 1.5 ദിവസം കൊണ്ടാണ് ഈ 3 പാട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ എത്ര അധ്യാപകരുണ്ട്? 42 അധ്യാപകരും അനധ്യാപകരുമായിട്ട് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ ഓണത്തിന്റെയും എല്ലാ ആഘോഷങ്ങളിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. മീഡിയാറ്റിന്റെ കുടുംബത്തോടൊപ്പം തന്നെ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമുകളും എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഓരോ പ്രോഗ്രാമുകളും ഇവരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇവിടെ സ്റ്റേ ചെയ്ത് അവരെ പകലുള്ള കാര്യങ്ങൾ നോക്കി വൈകിട്ടും അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നല്ല ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ രാവിലെ നേരത്തെ ഒരു 7 മണി 7:15 ആകുമ്പോഴത്തേനും വരും. വന്നു കഴിഞ്ഞിട്ട് അസംബ്ലിയൊക്കെ കഴിഞ്ഞ് ഇവരെ നേരെ മ്യൂസിക് റൂമിലേക്ക് കൊണ്ടുപോകുന്നു, അവരെ പഠിപ്പിക്കുന്നു. ഇവിടെയുള്ള കുട്ടികളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് റൂമിലിരുത്തി ഇവരെ അറിയാലോ, നമ്മൾ എന്താ പറയുക, ഒരാളെ വിളിച്ചിരുത്തുമ്പോഴത്തേനും അടുത്ത ആൾ പോകും. അങ്ങനെയുള്ള ഒരു ഇതായതുകൊണ്ട് ഇവരെ എല്ലാവരും ഒരുമിപ്പിച്ചിരുത്തി അവരുടേതായ രീതിയിൽ അവരെ ഒരുമിപ്പിച്ചിരുത്തി കഴിഞ്ഞ് പാട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു എനർജിയാണ്, അവർ വേറൊരു ലോകത്താണ്. അവർ എന്താ പറയുക, പാട്ട് ഞാൻ പണ്ടും പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓണത്തിൻ്റെ ഇതിന് തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളൊന്ന് ഇച്ചിരി ഡള്ളായി ഒന്ന് ക്ഷീണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ടീച്ചറെ
നമ്മുടെ പരിപാടി ഉഷാറാക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇവർ ഭയങ്കര എനർജറ്റിക് ആണ്. ഇവർ നമ്മൾ ഇച്ചിരി തളർന്നാലും നമുക്ക് എനർജി തരുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ് ഇവർ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ. ഇവിടെ സ്റ്റേ ചെയ്താണെങ്കിലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. അങ്ങനെ ഒരു ഇതാണ് കുട്ടികളുടെ ഇവിടുന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടുന്നതുകൊണ്ട്. കർമ്മൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരുടെ പ്രതിനിധികളായ രണ്ടുപേരാണ് നമ്മളിപ്പം കണ്ടത്. ഒരാൾ ഹരിപ്രിയ, അതുപോലെ തന്നെ സജി സാർ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാ അധ്യാപകരുടെയും ഒരു പ്രതിനിധിയായി എന്തൊക്കെയാണ് ഇവിടുത്തെ മുന്നൊരുക്കങ്ങൾ, ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇവരെ എത്രത്തോളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പരിശീലനം വേണ്ടി വന്നു? ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ നേരത്തെ തന്നെ കാൽക്കുട്ടി തീരുമാനിച്ചതാണ്. എല്ലാ വർഷത്തെക്കാളും വെറൈറ്റി ആയിട്ട് ഒരു ഈ വർഷം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് ആദ്യം വരുന്നത് പാപ്പാനാകണം എന്നാണ്. പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിള്ളേർ ഓരോരുത്തർ വന്നിട്ട് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണം, പാപ്പാനാവണം, പാപ്പാൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണം, പാട്ട് പാടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിച്ച് ഡാൻസും പാട്ടും കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിച്ചു. ഉദ്ദേശിച്ച കാലം ഒത്തിരി നന്നായി. എനിക്ക് തോന്നുന്നു വളരെയധികം നാളുകളായിട്ട് സജി സാർ ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? എക്സ്പീരിയൻസ് ഒരേ വർഷം ചെല്ലുന്നവരും പിള്ളേർ ടാലന്റ് മുകളിലേക്കാണ് മികച്ചു നിൽക്കുകയാണ്. എവിടെ ചെന്നാലും ഞങ്ങൾ കാർമൽ ജ്യോതിക്ക് 1 സ്ഥാനമുണ്ട്. ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വാർത്തകളിലൊക്കെ നിറഞ്ഞുന്ന കാര്യമാണ്. ഓരോ കായികപരമായിട്ടാണേലും അല്ലാതെ ഉള്ള കഴിവുകളും അല്ലെങ്കിൽ ഓരോരോ പരിശീലനങ്ങളൊക്കെ ഇവിടുത്തെ സ്കൂളിൽ നൽകി വരുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഇവിടെ ഞങ്ങൾ സ്പോർട്സിന് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഓവറോൾ ഉണ്ട്. 6 വർഷമായിട്ട് ഓവറോൾ ഞങ്ങളാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റിൽ കലോത്സവത്തിലും ഞങ്ങൾക്ക് ഓവറോൾ ഉണ്ട്. മികച്ച പ്രകടനമാണ് കുട്ടികൾ നടത്തുന്നത്. മറ്റെന്തൊക്കെ പരിശീലനങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്? ഈ ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യം. ഓക്കെ, ഞങ്ങൾ ഒക്കേഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾ നല്ല രീതിയിലാണ് ഒക്കേഷനിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കൃഷി, കന്നുകാലി, പന്നി വളർത്തൽ, ആട്, കപ്പ, ഇഞ്ചി, വാഴ എന്ന മറ്റ് മേഖലകളിൽ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാരും പഠിപ്പിക്കാനൊക്കെ വിളിക്കുമ്പം നന്നായിട്ട് സഹകരിക്കാറുണ്ടോ? ഉണ്ട്. നല്ല ഉത്സാഹമാണല്ലേ? ഉത്സാഹമാണ്. പിന്നെ ഞങ്ങൾക്ക് കാലാവസ്ഥ നല്ല രീതിയിലായാലുണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം കാർമൽ ക്രിസ്തുമസിന്റെ ആഘോഷരാവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടു. അവരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചത്, അവരുടെ അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഈ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് മധുരം നൽകിയത് ബിൻസി ചേച്ചിയാണ്, നമ്മുടെ അടിമാലി പൊളിഞ്ഞപാലത്തുള്ള ബിൻസി ചേച്ചിയാണ്. അപ്പം ഇത്തവണത്തെ ക്രിസ്തുമസ് ഈ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പം ആഘോഷിക്കാമെന്ന് കരുതിയത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് എന്താണ് ഒരു റീസൺ? ഞാൻ ഈ കാർമൽ ജ്യോതി കുടുംബത്തിൽ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ MSW എന്നൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ എന്ന രീതിയിലാണ് ഞാനിവിടെ വന്നത്. ആദ്യം വന്നപ്പോൾ വളരെ അപരിചിതമായ ഒരു മേഖലയായിരുന്നു എനിക്ക്. എനിക്ക് ഇവിടുത്തെ അധ്യാപകരെ കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. കാരണം ഞാൻ അധ്യാപന ജോലി കാരണം കോളേജ് ലെവലിലും +2 ലെവലിലും ഒക്കെ ഞാൻ അധ്യാപനം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെയൊക്കെ മാനേജ് ഒരു ചെറിയ ഒരു അഹങ്കാരം, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ എന്നൊരു ചെറിയ അഹങ്കാരത്തോടു കൂടിയൊക്കെയാണ് വന്നത്. പക്ഷേ ഒന്നുമല്ല എന്ന് ഇവിടുത്തെ അധ്യാപകരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എത്ര എഫേർട്ട് അവരെടുക്കുന്നു ഈ കുട്ടികളെ ഓരോ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഓരോ കുട്ടികളുടെ എന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ എല്ലാവരും ഒരേപോലെ കരുതാം. ഇവിടെ ഓരോ കുട്ടിയെയും സ്പെഷ്യലായി കരുതി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതി ഒരുപാട് എനിക്ക് കണ്ടുപഠിക്കാനുണ്ടായിരുന്നു. ആദ്യം ഇവരുമായിട്ട് എനിക്ക് ഇടപെടാനൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യണേ. കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇവരെ നോക്കി കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ കൂടെ കൂടിയപ്പോൾ ഇവരുടെ നിഷ്കളങ്കമായ ഒരു സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ മറ്റു സ്കൂളുകളിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഓടി മറിയുന്നിടത്ത് നമ്മൾ ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ എന്താണ് വരാത്തത്, അല്ലെങ്കിൽ ഓടി വന്ന് നമ്മുടെ കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ കെടുക. ഇപ്പം തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടപ്പോൾ അടുത്തയാൾ എൻ്റെ കൈയെടുത്ത് അവരുടെ ചുറ്റിപ്പിടിച്ചു. എന്ന് വെച്ചാൽ അവർ അത്രയ്ക്ക് സ്നേഹമാണ് ഇവരുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ കാണുന്നത് ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹമാണ്.
അപ്പോൾ ഈ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കൂടെ ഈ പ്രാവശ്യം ക്രിസ്തുമസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പോൾ എൻ്റെ ചെറിയൊരു രീതിയിൽ അവർക്കൊരു മധുരം നൽകി, എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മധുരം നൽകണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ പ്രാവശ്യം കേക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. അതൊരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു ചെറിയ സന്തോഷം. അതിലും ഈ പ്രാവശ്യം അങ്ങനെ ഇവരുടെ കൂടെ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അലങ്കാരങ്ങളും അല്ലെങ്കിൽ നക്ഷത്രങ്ങളും ഒക്കെ കൂടിക്കലർന്ന ഒരു ആഘോഷരാവാണ്. അപ്പം അലങ്കാരങ്ങളൊന്നും ഇല്ലാണ്ട് ക്രിസ്തുമസ് പൂർണ്ണമാവില്ല എന്താണെങ്കിലും. അപ്പം ഇന്ന് ഈ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ നമുക്ക് ഇവിടെ കണ്ടാലറിയാം അതിമനോഹരമായിട്ട് തന്നെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ അധ്യാപകരാണ് ഇതിന് നേതൃത്വം നൽകി 2-3 ദിവസമൊക്കെ എടുത്ത് ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അധ്യാപകരുടെ പ്രതിനിധിയായി ടോണി സാറ് നമ്മളോട് ഇതിൻ്റെ മുന്നൊരുക്കങ്ങളെ പറ്റി പറയും. എങ്ങനെയാണ് ഇത്, എത്ര ദിവസം എടുത്താണ് ഇതുപോലെ, അല്ലെങ്കിൽ ഈ വർഷത്തെ ക്രിസ്തുമസ് ഒരു വെറൈറ്റി ആക്കണമെന്നൊക്കെ സജി സാറ് പറഞ്ഞു കേട്ടു. അപ്പം എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട്? അങ്ങനെ മുന്നൊരുക്കങ്ങളൊന്നും കാര്യമായിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബേസിസ്റ്റ് 2 ദിവസം മുന്നെയാണ് ഇപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ഈ കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം എല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്തണം അങ്ങനെയൊക്കെ പറയുകയുണ്ടായി. അപ്പം 2 ദിവസം കൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്താണ് ഇത് മൊത്തം. ഇതിലിപ്പം ഞങ്ങൾ നേതൃത്വം കൊടുത്തെന്ന് പറഞ്ഞാലും ഇവിടുത്തെ പിള്ളേർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടും ചെയ്തത്. ഇപ്പോൾ അവരവരുടേതായിട്ടുള്ള ഓരോ ഐഡിയാസ് നമ്മുടെ അടുത്ത് പറയും, നമ്മളത് അതിനവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളത് എക്സിക്യൂട്ട് ചെയ്തു നമ്മളത്. പിന്നെ ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പം പഠിക്കാൻ കുറച്ച് കഴിവ് കുറവുള്ളവരായിരിക്കും, പക്ഷേ മറ്റു പല കാര്യങ്ങളിലും ഇപ്പം ഞാനിവിടുത്തെ കായികാധ്യാപനാണ്. ഇപ്പം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇപ്പോൾ ഈ 1 വർഷം കൊണ്ട് ഇവിടുത്തെ പിള്ളേർ ചെയ്യുന്നത് വെച്ചാൽ നോർമൽ സ്കൂളിൽ പിള്ളേർ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പിള്ളേർ ചെയ്യുന്നത്. കായികപരമായിട്ട് ഇപ്പം എനിക്ക് കൂടുതലായിട്ട് ഉള്ളത് ആ ഒരു ഫീൽഡിലായതുകൊണ്ട് പറയാം. ഇപ്പം കഴിഞ്ഞ മാസം കേരള സ്റ്റേറ്റ് പാരാഒളിമ്പിക് മത്സരം നടന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറിയിൽ പിള്ളേർ പങ്കെടുത്ത് നമുക്കിവിടുന്ന് 15 ഗോൾഡും 7 സിൽവറും 6 ബ്രൗൺസും ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഒരു സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അത്രയ്ക്കും കഴിവുള്ള പിള്ളേരാണ്. അപ്പം അവരാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വം ഞങ്ങൾ കൊടുത്തെങ്കിലും അവരാണ് ഇതിനെല്ലാം ഞാനിവിടെ മുന്നിലുണ്ടായിരുന്നത്. ശ്രദ്ധിച്ചു. നോർമലി നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഇവിടുത്തെ കുട്ടികൾ തന്നെ കുറെ അലങ്കാരങ്ങളൊക്കെ കൈകൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളാണെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അതെ. ഇതൊക്കെ ഓരോന്നും തന്നെ ഇവിടുത്തെ സ്റ്റാഫും കുട്ടികളും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ. ഏറ്റവും വലിയ ക്രിസ്മസിന്റെ സന്തോഷം പ്രിയമുള്ള കുട്ടികളെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് തന്നെയാണ്. നിങ്ങളെപ്പോലെ നിഷ്കളങ്കതയോടെ ചിരിക്കുന്നവരെ അധികം പേരെ ഒന്നും കാണാറില്ല. ബഹുമാനപ്പെട്ട ബിജസിസ്റ്റിൻ്റെയും മറ്റധ്യാപകരുടെ നേതൃത്വത്തിൽ എത്ര സന്തോഷമായിട്ടാണ് നിങ്ങളിവിടെ കഴിയുന്നത്. ഇത് കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറയുന്നുണ്ട്. ഈ അധ്യാപകരെ ചേർന്ന് ഈ കുട്ടികളെ എത്ര സന്തോഷത്തോടെ, എത്ര കരുതലോടെ. ഉണ്ണിമിശിഹ നമുക്ക് വേണ്ടിയിട്ട് പിറന്നു, മിശിഹ രക്ഷകനാണ് എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് ഈ സ്കൂളിൽ വരുമ്പോഴും നിങ്ങൾ പള്ളിയിൽ വരുമ്പോഴും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പങ്കുചേരുമ്പോഴും ഒക്കെയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഇവിടെയുള്ള 10-15 ആളുകൾ, കുട്ടികൾ പള്ളിയിലുണ്ടായിരുന്നു. സ്വാതിനും ആൽബിനും മറ്റെല്ലാവരും, ഷാരോണും എല്ലാവരും ചേർന്നിട്ട് ഇവരെ അപ്പം മുതൽ പറയും, അച്ഛൻ നമ്മുടെ ക്രിസ്മസ് ആയിക്കോട്ടെടാ, അച്ഛൻ നമ്മുടെ ക്രിസ്മസ് 5 മിനിറ്റ് കഴിയുമ്പോൾ വേണ്ടും. ഇന്നലെ ഒരു മിനിങ്ങാന്നൊരു 10-30 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ നമ്മുടെ ക്രിസ്മസ്. ഇത് പറയുമ്പോഴും അവരുടെ മുഖത്ത് വരുന്ന ഒരു ചെറിയ സന്തോഷമൊക്കെ. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടിയിട്ട് പിറന്നവനാണ്. അതിൻ്റെ സന്തോഷമാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് അനുഭവിക്കുന്നത്. ജിതിൻ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഈ വർഷത്തെ ക്രിസ്തുമസ് എങ്ങനെയുണ്ടെന്നൊന്ന് ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ ക്രിസ്തുമസ്? അടിപൊളിയായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇതുപോലെ ക്രിസ്മസ് ഞാൻ ആഘോഷിച്ച് ഇതിനെക്കാളും സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിങ്ങനെ ഓരോ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയ ദൈവം തരുന്ന ഒരു അവസരമാണ് എനിക്ക്. ആ ദൈവത്തിനോട് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് തീരാത്ത നന്ദി കടപ്പാടും എനിക്കുണ്ട്. പിന്നെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഈ സിസ്റ്റർമാർ കൂടി സന്തോഷം, സമാധാനം എല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ പിള്ളേർ കൂടി അങ്ങനെ കരോള് ക്രിസ്മസ് പാപ്പനായി, പിള്ളേർക്കൊരു സന്തോഷം കൊടുത്തു, ക്രിസ്മസ് പാപ്പനായി. അങ്ങനെ എല്ലാം അടിച്ചു പൊളിച്ചു സന്തോഷമായിട്ട് അങ്ങനെ പാടി. ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമാണ്.
കാരണം പാപ്പയാവണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ പിള്ളേർ കൂടി ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. ആ പിള്ളേർക്ക് എത്രമാത്രം സന്തോഷം കൊടുക്കുന്നു, ആ പിള്ളേർ ഞാൻ കളിക്കുമ്പോൾ എല്ലാവരും കൂടി കളിക്കുന്നുണ്ട്. അതുപോലെ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും പിള്ളേർ ഓടുന്നുണ്ട്. 5-8 വർഷത്തോളമായിട്ട് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ ഇവിടെ താമസിച്ച് ഇവിടെ പഠനമൊക്കെ നടത്തുന്ന വിവേക് നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ വിവേക്, ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ക്രിസ്മസ്? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നോ? അത് നല്ല പാപ്പ ഡ്രസ്സിലൊക്കെ ആണല്ലോ നിൽക്കുന്നത്. ഇന്ന് ഇത്തവണ പോപ്പയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചോ? പാട്ടൊക്കെ പാടിയോ? എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. ക്രിസ്മസിന്റെ ഒരു ആഘോഷം എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞേ. പാട്ട് പാടി? രണ്ടുപേരും പാടാൻ പറ്റുമോ? പാടിയേ. മനുഷ്യനെ പ്രേണിയിൽ മഞ്ഞു പെയ്യുന്ന മനുഗ്രഹത്തിൽ കല്ലേറിയ മഞ്ഞിന് മിന്നിന് മന്ദകാസം ചൂടി മണുന മനോഗ്രഹകാലം പാഴിരാവിൽ മണ്ണിൻ ശീലവ രാവിന്റെ നാദം പിടുക്കുകയോ പാഴിനാട്ടോടിനമേറ്റോ ദൈവത്തിനാസലേ ഒന്നു ചേരു ദൈവം പിടിക്കുന്നു മനുഷ്യനെ പ്രജ്ഞയിൽ മണ്ണു പെയ്യുന്ന മണഗൃഹത്തിൽ കല്ലേറിയ കല്ലേറിയ മണ്ണിന് മിന്നിന് മന്ദകാസം ചൂടി മനോഹരകാലം. അടിപൊളിയായിട്ട് പാടി കേട്ടോ, സൂപ്പർ. അപ്പൊ നമ്മുടെ മീഡിയാനെറ്റ് പ്രേക്ഷകരോട് വിവേകിന് എന്താണ് പറയാനുള്ളത്? ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേക്കാമോ? പറഞ്ഞോ. ഓക്കെ, അപ്പം വിവേകിന്റെ അതിമനോഹരവും ആഘോഷകരമായ ഹാപ്പി ക്രിസ്മസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കാർമൽ ക്രിസ്തുമസിന്റെ ആഘോഷ രാവിലാണ് നിൽക്കുന്നത്. ഇതുപോലുള്ള ആഘോഷ രാവുകളുമായി ഇനി മീഡിയാനെറ്റിന്റെ കുടുംബം വീണ്ടും നിങ്ങളിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്തുമസ് ആൻഡ് പുതുവത്സര ആശംസകൾ.